മറിയത്തിൻ്റെയും മർത്തായുടെയും ഗ്രാമമായ ബഥാനിയയിൽ നിന്നും രോഗബാധിതനായ സഹോദരൻ ആരായിരുന്നു? ലാസർ. സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ആരാണ്? മറിയം. ലാസറിൻ്റെ രോഗം എന്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ദൈവമഹത്വത്തിന്. ലാസർ രോഗിയാണെന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്ര ദിവസം കൂടി ചെലവഴിച്ചു? 2 ദിവസം. യൂദയായിലേക്ക് വീണ്ടും പോകാൻ തുനിഞ്ഞ യേശുവിനെ യഹൂദർ എന്ത് ചെയ്യാൻ അന്വേഷിക്കുകയായിരുന്നുവെന്നാണ് ശിഷ്യന്മാർ ഓർമ്മിപ്പിച്ചത്? കല്ലെറിയാൻ. പകലിന് എത്ര മണിക്കൂറാണ് ഉള്ളത് എന്നാണ് യേശു ചോദിക്കുന്നത്? 12. ലാസർ മരണപ്പെട്ടതിനെക്കുറിച്ച് യേശു ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞത് അവൻ എന്ത് ചെയ്യുകയാണ് എന്നാണ്? ഉറങ്ങുകയാണ്. യേശുവിനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞ അപ്പസ്തോലൻ ആരാണ്? തോമസ്. യേശു ബഥാനിയയിൽ എത്തുമ്പോൾ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായിരുന്നു? 4 ദിവസം. ബഥാനിയ ജെറുസലേമിൽ നിന്നും ഏകദേശം എത്ര ദൂരത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? 15 സ്താദിയോൻ. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവനെ സ്വീകരിക്കാൻ വീട്ടിൽ നിന്നിറങ്ങി വന്നത് ആരാണ്? മാർത്ത. അന്ത്യദിനത്തിലെ ഏത് അവസ്ഥയിലാണ് തൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുക എന്ന് മർത്ത വിശ്വസിച്ചത്? പുനരുത്ഥാനത്തിൽ. മർത്തായുടെ കൺമുമ്പിൽ വെച്ച് യേശു സ്വയം വിശേഷിപ്പിച്ചത് ഞാനാണ് പുനരുത്ഥാനവും എന്നാണ്, ജീവനും. ഗുരു വന്നിട്ടുണ്ടെന്നും നിന്നെ വിളിക്കുന്നുണ്ടെന്നും മറിയത്തോട് സ്വകാര്യമായി പറഞ്ഞത് ആരാണ്? മർത്ത. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് യഹൂദർ അവൾ എങ്ങോട്ട് പോകുന്നുവെന്നാണ് വിചാരിച്ചത്? ശവകൂടിയിരുത്തെങ്കിലേക്ക്. മറിയവും കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവെ നെടുവീർപ്പെട്ടുകൊണ്ട് എങ്ങനെയുള്ളവനായി? അസ്വസ്ഥൻ. ലാസറിനെ അടക്കിയിരുന്ന സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ വൈകാരിക പ്രതികരണം എന്തായിരുന്നു? കണ്ണീർ പൊഴിച്ചു. ലാസറിനെ അടക്കിയിരുന്ന ശവകുടീരം എങ്ങനെയുള്ളതായിരുന്നു? ഗുഹ. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ 4-ാം ദിവസമായതിനാൽ ഇപ്പോൾ എന്തുണ്ടായിരിക്കുമെന്നാണ് മർത്ത പറഞ്ഞത്? ദുർഗന്ധം. അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ആരോടാണ് നന്ദി പറഞ്ഞത്? പിതാവിനോട്. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ ശവകുടീരത്തിൽ നിന്നും പുറത്ത് വന്നത് ആരാണ്? ലാസർ. ലാസർ ഉയർത്തെഴുന്നേറ്റ അത്ഭുതം കണ്ട യഹൂദരിൽ ചിലർ
യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ചെന്ന് അറിയിച്ചത് ആരോടാണ്? ഫരിസേയരോട്. ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് പ്രവചിച്ച ആ വർഷത്തെ പ്രധാന പുരോഹിതൻ ആരാണ്? കയ്യാഫാസ്. കയ്യാഫാസിൻ്റെ പ്രവചനത്തിന് ശേഷം യേശു യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിക്കാതെ ശിഷ്യന്മാരോടൊപ്പം വസിച്ച പട്ടണം ഏത്? എഫ്രായിം. യേശുവിനെ വധിക്കാൻ ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്ത് യഹൂദരുടെ ഏതു തിരുനാളാണ് അടുത്തിരുന്നത്? പെസഹ തിരുനാൾ. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടിയുള്ളതാണ്. യോഹന്നാൻ 11:4. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25.